ബോസ് സീസൺ 6 എപ്പിസോഡ് 24 അവേ ചെക്ക് പറഞ്ഞാൽ ബിഗ് ബോസ് ഇന്നത്തെ റബ്ബ ചിരിച്ച് ചത്തു ചണ്ട താനീ ചണ്ട എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് ഇളക്കം വരണ്ടേ. അതായത് ആദ്യം തന്നെ ഫുഡ് പ്രോബ്ലം. ഇന്നലെ ഫുഡ് പ്രോബ്ലം തീർന്നിട്ടില്ല, ഇന്നും ഫുഡ് പ്രോബ്ലം. ഫുഡ് പറയാനായിട്ടുള്ള ഭയങ്കര പ്രശ്നമാണ് മൊത്തം. പിന്നെ അതിൻ്റെ ശേഷം എന്തായിട്ടറിയോ, ആ കച്ചറ മുഴുവൻ കണ്ട് കൊണ്ടുപോയി നിരത്തി അവര് കച്ചറാണ് മെയിൻ. രശ്മി ഒന്നായിട്ട് കച്ചറ കണ്ട് നിരത്തിയിട്ട് പിന്നെ അത് നിങ്ങൾ കണ്ടത്. ചീഞ്ഞ മുട്ടയും സാധനങ്ങൾ എടുത്ത് ഇവിടെ എറിഞ്ഞിട്ടുണ്ട്. ചീഞ്ഞ മുട്ടയുടെ ഇതും വേസ്റ്റ് എടുത്ത് എന്നിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇട്ടതേ കാണണേ. ബിഗ് ബോസ് കണ്ടില്ലേ ഈ സാധനം കാണുന്നത്? ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നീ അവിടെ വന്നപ്പോ ലാലേട്ടനോട് ഇത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നത് കണ്ടില്ലേ? ഇതാണ് സംഭവം. സമയത്ത് മാറാൻ പറഞ്ഞപ്പോൾ മാറുന്നില്ല. അതെ അത് ഭയങ്കര പ്രശ്നം അല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് മാറാൻ പറഞ്ഞിട്ട് മാറല്ല. പിന്നെ ലാസ്റ്റ് ജിൻഡോ അതായതോ പിന്നെ കുറച്ച് ജിൻഡോനെ ലാസ്റ്റ് അടിച്ചേരി. കോമഡി അവിടെ ഒന്നല്ല, ജിൻഡോ ഇവിടെ ഭയങ്കര ഭീമനാണ്. ഏത് ടീമില് എല്ലാവരും ജിൻഡക്ക് ഓപ്പോസിറ്റാണ് അടി. എല്ലാവരും ജിൻഡ, നോറയാണെങ്കിലും എല്ലാവരും ജിൻഡ. എന്നിട്ടേ പൊരിച്ചുണ്ട് ജിൻ്റെ. എന്നിട്ട് വല്ല ഒരു റൂമിൽ കയറിക്കാണ്ട് ഇവിടെ വലിയ മറ്റേ ഇതാണ്, ഇത് ശക്തിമാനാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിക്കാണ്ട് ഭയങ്കര നുളോളി. ആ തീരൊന്ന് കാണേണ്ട കഴിച്ചടാ നോക്കി ഒന്ന് കണ്ടൊക്കെ നോക്കിയോ. കയ്യാങ്കളി അനുവദനീയമല്ല. വാക്ക് തർക്കങ്ങളാകാം. അതിനപ്പുറം പോയാൽ ഞങ്ങൾക്ക് തീർച്ചയായും നടപടിയെടുക്കേണ്ടി വരും. ഞാൻ കയ്യാങ്കളി ചെയ്യണില്ല. ബിക്കോസ് ഞാൻ ചെയ്യുന്നുണ്ടോ? ബിക്കോസ് പറയാൻ ഞാൻ കയ്യാങ്കളിയാണ് ചെയ്തത്. ബിക്കോസിന് അങ്ങനെയാണ് തോന്നിയത്. ഇന്ന് ബിക്കോസ് രാവിലെ കണ്ടതല്ലേ മറ്റേ ജാൻമണി ഇവിടുന്ന് പോയി കാരണം എന്റെ മാനസിക വിഷമം എന്താന്നുള്ളത്. അത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരാളൊന്നും മനസ്സോട് സംസാരിക്കാൻ ഒരാളുള്ളൂ ഇവിടെ, വേറെ ആരുമില്ല. ജിൻഡോ, പല വെല്ലുവിളികളെയും ഇവിടെ നേരിടേണ്ടി വരും. സഹനശക്തിയും യുക്തിയും അതിജീവനവുമാണ് ഈ ബിഗ് ബോസ് മത്സരത്തിന്റെ പ്രധാന അജണ്ട. ഞാൻ തളരില്ല, ഒരിക്കലും തളരില്ല. വെരി ഗുഡ്. ബിഗ് ബോസ് ഇവിടുന്ന് പറഞ്ഞു കൊണ്ടുവരെ ഞാൻ തളരും. ഇതേ ആത്മവിശ്വാസത്തോടെയാണ് കളിക്കേണ്ടത്. അല്ലാതെ ഒന്നും എനിക്ക് അതിനകത്ത് പേടിയൊന്നുമില്ല. ഇവരേലും വലിയ ആൾക്കാരെ കണ്ടിട്ട് വന്നതാണ് ഞങ്ങള്. അതൊന്നും ഒരു സാധിച്ചിട്ടില്ല. പക്ഷെ അതല്ല, പിന്നെ അവിടുന്ന് നുളോളി കഴിഞ്ഞ് നുളോളി എന്നല്ല പറയാം, ശരിക്കും ഒരു കുംഭസാരമായിട്ട് തോന്നിയത് എനിക്ക് അല്ലേ. ഒരു കുംഭസാരാണ് മൊത്തത്തില്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ മുണ്ടല്ലിട്ടാ ഞാൻ ബിഗ് ബോസ് ഞാൻ എൻ്റെ കണ്ണൊക്കെ ഒന്ന് തുറക്കട്ടെ. പിന്നെ അതിൻ്റെ അടിയുമ്പോൾ ജാനുമണിയാണ്. ജാനുമണി ഒരു ഇതെടുക്കായിരിക്കണല്ലോ. അല്ലാഹുമ്മ സല്ലി അല്ലേ. ഭയങ്കര എങ്ങനെയാണ് ജാൻമണിന്റെ നമ്മളെ ഭർത്താൻ എങ്ങനെയാണ്? അത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. ഇതാണ്
ജാനുമണി ആകെ തേക്കുള്ളൂ. ഇന്ന് എല്ലാവരും ജാനുമണിക്ക് ഓപ്പോസിറ്റ്. എന്താ കാരണം? ഇതെല്ലാവരും ജാനുമണിക്ക് ഓപ്പോസിറ്റ് അല്ലേ? ജിൻഡോക്ക് ഓപ്പോസിറ്റ്, ജാൻമണിക്ക് ഓപ്പോസിറ്റ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ജാൻമണിനെ ഓല് ഓപ്പോസിറ്റ് ആണെങ്കിൽ കുറച്ചേര സമയത്തൊക്കെ ജാൻമണിനെ ഓല് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ജിൻഡോനായിട്ട് കട്ട ഓപ്പോസിറ്റാ. ജിൻഡോ കണ്ടില്ല, ഗിബ്രി ജിൻഡോ പ്രശ്നം കണ്ടില്ല. ഏത് തണ്ടൊക്കെ വിളിച്ചാൽ വിഷയം അത് ഭയങ്കര സഹിച്ചില്ല, ഭയങ്കര ഇതായിട്ടാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ശരിക്കും ജിന്നൊക്കെ തന്തൊക്കെ വിളിച്ചേക്കണം. അവിടെ എനിക്ക് തോന്നിക്കണം തന്ത വിളിച്ചേക്കണല്ലേ. തന്തൊക്കെ വിളിച്ചത് ഗിബ്രി കണ്ടല്ലോ. ഗിബ്രി സാധാരണ അങ്ങനെ ഇളകി കണ്ടിരിക്കല്ലോ. ഗിബ്രി കണ്ട് ഇളകിയിട്ട് പിപ്പിരി പിമ്പിരി. അതായത് അതെ. പക്ഷേ വേറെ കാര്യമുണ്ട്, ജിൻ്റെ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ആരേറ്റവും ഇതാക്കരില്ല, ഞാൻ വിശ്വാസമാണെന്ന്. അതെ. ഇനി വേറൊരു കോമഡി എന്താ അറിയോ, ആ തുണി കുപ്പായം തിരുമ്പലില്ല എനിക്ക് ഇവിടെ ഓർമ്മ വന്ന് കുഞ്ഞിനോക്കാൻ്റെ ചോലിയുമായി മരി ഒക്കെപ്പാടൊക്കെ റബ്ബേ അങ്ങോട്ട് മണ്ടിട്ട് അതിന്റെ ചെറിയ ക്ലിപ്പിക്കൊന്നും കണ്ടോട്ടെ. പൈപ്പ് പൊട്ടിച്ചു, പൈപ്പ് പൊട്ടി. ഞാനൊന്ന് പറഞ്ഞില്ല. അപ്പൊ ഇത് കണ്ടെങ്കിലും സാറായി ഫുള്ള് അടിയാണ്, ഫുള്ള് ഇത് തല്ലു. ശരിക്കും പറഞ്ഞ നമ്മളെന്താണ് ചന്ത ഉണ്ടല്ല, ചന്തി പോയി ആ സീനൊക്കെ ചന്തിക്കാണ് ചെന്ന എങ്ങനെ അതേമാതിരി അവിടെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ചായ ഉണ്ടാക്കലും തനി റെസ്റ്റോറൻറ്റ് പരിപാടി മാതിരി. പിന്നെ അതിൻ്റെ ഇടയിൽ ആ തിരുമ്പി കുളിച്ചാലും ഇതൊക്കെ പാടെ അത് സംഭവിച്ചാണ്. ഓരോരുത്തർ ഒരു 4 ഗ്രൂപ്പ് ആക്കുകയാണ് ഇവല. ജിൻഡോ ഇതിൽ നോറ ഇവലൊക്കെ വേറൊരു ടീമാണ്. അതിൽ ആ ടീമിൽ പിന്നെ ഇവരെ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആക്കും. എന്നിട്ട് ഓരോ കൂട്ടർ പിന്നെ ക്വാളിറ്റി ചെക്കിങ്ങാണ്. അതിൽ കോമഡി എന്താ എനിക്ക് ഫീൽ ചെയ്ത് എനിക്കറിയിക്ക്. അതിൽ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട് ജിൻഡോ. സകല ടീമിൻ്റെ തിരുമ്പിയൊന്നും ശരിയായിട്ടില്ല. അതായത് തിരുമ്പിക്കാണ്ട് ഒരു അലക്ക് തിരുമ്പിയിട്ട് അല്ലോ ആ ജാസ്മിനൊക്കെ ആ തിരുമ്പിൻ്റെ ക്ലിപ്പൊന്ന് കണ്ടാൽ കുത്തിയിരുന്ന് തിരുമ്പണു ജാസ്മിൻ. കല്ല് കാണാത്ത ജന്മം ഉണ്ടെങ്കിൽ പെരയിന്ന് തിരുമ്പിക്കണ അറിയില്ല ജാസ്മിന്. ഇന്ന് ജാസ്മിന് ഒരു ഒതുക്കണ്ടല്ലേ. ജാസ്മിന് വല്ലാതെ കച്ചറയില് പെട്ടിട്ടില്ല. ഇല്ല. ജിന്റെയും പിന്നെ അതേപോലെ തന്നെ നൂറാണ് മെയിൻ പ്രശ്നം. അതെ. ഓ നോറ റബ്ബേ, നോറന്റെ ചില ഇളകുണ്ട്. ഓ അതെ, നോറ കണ്ട ഇളകിയിട്ട് റൈസ് പൊരിഞ്ഞ റൈസ്. അല്ല കണ്ട അതൊക്കെ ഇളകിയിട്ടില്ലേ പൊരിഞ്ഞ ഇളകല്. ഞാൻ വിചാരിച്ചേ ആ ജാൻമണിന്റെ ചെള്ള പൊളിച്ചു. ജാൻമണിന്നല്ലേ ജാൻമണിന്റെ അല്ല തല്ലാതിണ്ട്. ഞാൻ വരും ജാൻമണിന്റെ ചെള്ള വീങ്ങിയത്. ജാൻമണി അതിന് വേറെ വിഷയം എന്തെങ്കിലും ഉണ്ടായി. അത് വയസ്സിൻ്റെ ഒരു വിഷയം ഉണ്ടായി. അത് ജാസ്മിനെ പിന്നെ ഇതിനെ പിന്നെ എന്താ പറയുക ജിൻഡോ കാക്കാന്ന് വിളിച്ച. പക്ഷേ ജിൻഡോ കാക്ക വിളിച്ചു. ഗിബ്രി തന്നെ വിളിച്ചു തോന്നുന്നു അല്ലേ. ഗിബ്രി പിന്നെ വലിയ ലബ്ബല്ല. പക്ഷേ ഈ ജാൻമണി വിളിച്ച് ഈറടിച്ചോടിന്. ജാൻമണി പറയണില്ല ഇതിൻ്റെ ദിവസം ഇന്നങ്ങനെ ആ പേര് വിളിച്ചത് വയസ്സ് കൂടുതലാണെന്ന്. ബിഗ് ബോസിന് അങ്ങനെ ടേംസ് ഉണ്ടാ ശരിക്ക്? ഒരാളിപ്പോ നമ്മളിപ്പോ മുഖ്യമന്ത്രി പിണറായി ചേട്ടാന്ന് വിളിച്ചൂല. അത് ശരിയാ അതൊന്നും നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാണ്. അല്ലെങ്കിലോ പിന്നെ ഏതായാലും
ഏതായാലും പിന്നെ ഈ ഓരോരുത്തരുടെ ഗുണങ്ങളെ വിശകലനം ചെയ്തത് അതാണ് രസം. ഓരോരുത്തരും നിന്നിട്ട് ആദ്യത്തിൽ തന്നെ ഗുണങ്ങൾ വിശകലനം ചെയ്യായിരുന്നു. ഓരോരുത്തർ ഗിബ്രിൻ്റെ ആണെങ്കിലും ഗിബ്രിക്ക് കുറേ കുറ്റം പറയണ്ടായിരുന്നു. നമ്മൾ ജാൻമണിക്ക് കുറ്റം തന്നെ ഉള്ളൂ. ജാൻമണി അല്ലേ, ജാൻമണി ഇങ്ങനെ എന്താ വെച്ചാൽ ഒരു വിധത്തിൽ ഓള് എന്താന്ന് വെച്ചാൽ പിന്നെ ഒരു എപ്പിസോഡിൽ ഓള് നല്ല പാവക്കാരം. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് മോശമായിരുന്നു. എന്താ പറയാം എൻ്റെ അഭിപ്രായത്തിൽ ജാൻമണീൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര അല്ലേ, വളരെ ബാഡ് ക്യാരക്ടറായിരുന്നു. പിന്നെ ലീഡർഷിപ്പ് ഇതായല്ലോ. ഒന്നാമത് പിന്നെ ജിൻഡോല്ലേ, ജിൻഡോനെ വരൊക്കെ പാടെ എന്നിട്ട് മൂലൊക്കെ ആക്കിയോ പാവം മനസ്സിലായി ഒരു വൈക്കാക്കിയാണ്. അതെ ഒരു ഇതിലേ സത്യം പറഞ്ഞാലേ ഞാൻ ആ റൂമിൽ പോയി കാര്യം എന്താ പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് ഒരാളെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ മാതിരി. അതെ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ജിൻ്റെ അടുത്ത് വേറൊരു പ്രശ്നമുണ്ട്, ചെറുതായിട്ട് പ്രശ്നമുണ്ട്. ജിൻ്റെ തന്തക്ക് വിളിച്ച് തീരെ പറ്റില്ല, അത് വളരെ മോശമായി. അത് വളരെ മോശമായി തന്തക്ക് വിളിച്ചു. അതിനൊരു വൈത്താര കൂടി കച്ചറ ഉണ്ടാക്കിയെങ്കിൽ കാര്യമുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാലേ എനിക്ക് തോന്നി ഇന്നത്തെ കുടുംബശ്രീ മയ്യട്ട് ആ ലാസ്റ്റത്തെ അലക്കലും പാടി വന്നപ്പോ ബിഗ് ബോസ് അല്ല കുടുംബശ്രീ വാങ്ങി. അതായത് ഈ ചന്ദന്റെ ഉള്ളിലുണ്ടല്ലോ, ചന്ദന്റെ ഉള്ളിൽ കുടുംബശ്രീന്റെ ഒരു കൗണ്ടർ ഓപ്പൺ ചോദിച്ചോല അതേമാതിരി ആ അലക്കിന്റെ പരിപാടിയൊക്കെ പാടാ അവിടെ വന്നപ്പോള്. ഏതായാലും ഇന്നത്തെ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിന്റെ ഇത്. നാളെ എന്തായാലും പിന്നെ ജിൻഡോ എന്തേലൊക്കെ ഇവരൊക്കെ കൂട്ടും ജിൻഡൊക്കെ നല്ല കാരണം എന്താ പറയാ ഒരാൾ ഇതാണെങ്കിൽ നാളെ വേറൊരാള് അങ്ങനത്തെ ഒരു ഇതിലെ പോവുണ്ട് അല്ലേ. ചിലപ്പോ നാളെ മിക്കവാറും. പക്ഷെ ജിൻഡൊക്കെ ഇന്നിപ്പോ ഒരാൾ കമ്പനിയില്ല, ഒരാളും ജിൻഡ എന്താ സംഭവം എനിക്ക് മനസ്സിലായി. കൂട്ടം ചേർന്ന് ആക്രമിക്കല വളരെ മോശം. അപ്പനെ വിളിച്ചേട്ടാ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം പരിപാടി. അതുകൊണ്ടല്ലോ അതിന് മുന്നേ ഉണ്ട്. പക്ഷെ അതാണ് ഇപ്പം നൊളോളിച്ചിനൊക്കെ ഉണ്ട്, ആരും ഇതാവണില്ല. പക്ഷേ പിന്നെ മുന്നത്തെ ഏതൊക്കെ എപ്പിസോഡിലൊക്കെ അതേമാതിരി ഒരു പ്രശ്നം ഉണ്ടായത് അറിയില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു നല്ലൊരു അടി അവിടെ നടന്നു. ഗിബ്രിൻ്റെ ആ മുഖം തന്നെ മാറി. അതിൽ ഗിബ്രി ഇങ്ങോട്ട് തല്ലാൻ വന്നപ്പോൾ ഞാൻ കുട്ടീന്നാണ് വിളിച്ചു കാരണം. അത് ഗിബ്രി കുറച്ചാണ് പോയപ്പോൾ പിന്നെയും തണ്ട വിളിച്ചോ, അതിന് പിന്നെ ഇളകി. ഏതായാലും ഇന്നത്തെ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെയാണ്.